അസ്സലാമു അലൈക്കും. സുഖാണല്ലോ നിങ്ങൾക്ക്? നമ്മൾക്ക് സുഖാണ്, അൽഹംദുലില്ലാഹ്. ഇതാ നമ്മളെ മക്കള് ചായ കുടിക്കുന്നു മദ്രസയിൽ പോകാൻ വേണ്ടിട്ട്. മിന്നൂസ് ഇതാ ഇവിടെ. മിന്നൂസ് എല്ലായിടത്തും വന്നിരിക്കും കേട്ടാ. കണ്ടാ മിന്നൂസിന്റെ കണ്ടാ, മിന്നൂസിന് നല്ല ഒരു കൺമഷിന്റെ സീൽ വെച്ച് കൊടുത്തില്ല, നമ്മള് മിച്ചുമോളെ വെച്ച് കൊടുത്തത്. വേണ്ട മിന്നു, ക്യാമറയിൽ നോക്കൂ. ഹായ് പറ, ഹായ് പറ മിന്നു. മിന്നു ഹായ് പറ. ഹായ് ഹായ് പറഞ്ഞു കേട്ടോ. എന്താ അങ്ങനെ ഇവര് ചായലും കുടിക്കുന്നുണ്ട്. മദ്രസയിൽ പോവാനിരിക്കുകയാണ്. മിച്ചുമോളും ചായ കുടിക്കുന്നുണ്ട്. ചായക്ക് തന്നെയാണ് കടി. അങ്ങനെ എന്താ പറയാ, പുറത്തെ വിശേഷങ്ങളൊന്ന് കാണിക്കുക. മിറ്റയിൽ നിന്ന് അടിച്ചു വരണം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ്. ഞാൻ കുട്ടികളെല്ലാം കാണിച്ച് പിന്നെ ഇവര് പുറത്ത് ഇറങ്ങിയായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു വീഡിയോ അതിലെടുത്തതാണ് എൻ്റെ മുത്തുമണികളെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇട്ടത് ഒന്ന് അതെല്ലാം ഒന്ന് കാണുക. പുതിയതായി വന്ന സബ്സ്ക്രൈബർ ആവേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരോടല്ല, അവരെപ്പോഴും നമ്മളത് കാണുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ഒരു കമൻറ്റിൽ ഒരു അഭിപ്രായം നിങ്ങൾ പറയുന്നില്ലല്ലോ നമ്മളെ വീഡിയോൻ്റെ. അതെന്താണെന്നറിയില്ല, എന്താ പറ്റിയതെന്ന് അറിയില്ല നിങ്ങൾക്ക്. നമ്മൾ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, എന്താ നിങ്ങളെ കമൻറ്റിലൂടെ ഒന്നും പറയാത്തേ? എന്നെങ്കിലല്ലേ നമുക്ക് അതിനുള്ള മറുപടി നമ്മൾ തരൂലേ? എന്താ നമ്മളെ അഭിപ്രായം? നമ്മളോടൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ഇല്ലേ എൻ്റെ മുത്തുമണികളെ? നമ്മളോടൊന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക്? അങ്ങനെ എൻ്റെ മക്കളിതാ മദ്രസയിലേക്ക് പോകുന്നു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് മിന്നും കൂടെ പോകുന്നുണ്ടാ മദ്രസയിൽ? മിന്നും വരുന്നുണ്ട് തോന്നുന്നല്ലേ നിങ്ങളിവിടെ? അതാ എൻ്റെ മക്കളെ പൊന്നും മക്കള് മദ്രസയിലേക്ക് പോകുന്നുണ്ട് കൂട്ടുകാരെ. പിന്നെ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ഇന്ന് എങ്ങനെയല്ലോ എൻ്റെ മിച്ചുമോൾ എഴുന്നേറ്റ്. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. എഴുന്നേൽക്കൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഒരു ദിവസം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എൻ്റെ മോൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അന്നത്തെ ദിവസം ഭയങ്കര എനിക്കൊരു ഹാപ്പിയാണ്. ഞാൻ ഇന്ന് ആ സമയത്ത് ഞാൻ അള്ളാഹിനോട് റബ്ബേ ഇന്നെങ്കിലും എഴുന്നേറ്റല്ല എൻ്റെ മോൾക്ക് മദ്രസയിൽ പോകാൻ കഴിയുമല്ലോ. അങ്ങനെ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ അള്ളാഹിനോട് ഇന്നും കരഞ്ഞ് പറയാണ് എൻ്റെ മുത്തുമണികളെ. അവളെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം എഴുന്നേൽക്കാൻ കിട്ടിയ അത്രക്കും വലിയ ഭാഗ്യമാണ്. അപ്പോൾ കുഞ്ഞിനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവളെ അവസ്ഥ അങ്ങനെയാണല്ലോ. ഞാൻ അവൾ അങ്ങോട്ട് തിരിയുന്നവരിങ്ങനെ നോക്കിയിരിക്കുന്നു. ഇത്താത്താനോട് പറയുന്നുണ്ട്, സൈഡിനോട് നല്ലോണം കയ്യിലും പിടിച്ചിട്ട് കൂട്ടണം. പിന്നെ സൈഡിൽ പോയാലാന്ന് എനിക്ക് പേടി ഉണ്ടാകുക. എന്താ പറഞ്ഞാൽ സൈഡിൽ പോകാനായി അവളെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അവൾ പോകുന്നത്. മുമ്പത്തെ വീഡിയോയിൽ കാണാത്തവർ കാണുക. പിന്നെ അവളിപ്പോൾ ഏകദേശം അവളത് പേപ്പറെല്ലാം ശരിയായി. പിന്നെ അവളടുത്ത് പോവും. പിന്നെ ഇപ്പോൾ മിച്ചിക്കുട്ടിക്ക് എന്തായാലും ഒരു വിഷമാവും എന്തായാലും. എന്താ പറയുക, അങ്ങനെ ഇനി എനിക്കുള്ള പണിയെല്ലാം ഇനി തുടങ്ങട്ടെ. മിന്നു മിന്നു അവർ പോയില്ലേ? സരി മിച്ചും പോയില്ലേ? മിന്നു പാപം, മിന്നുവിനെ കൂട്ടിയിട്ടില്ലല്ലേ? മിന്നുവിനെ കൂട്ടിയിട്ടില്ലല്ലോ? മിന്നെന്താ നോക്കുന്നേ? ഞാനിതാ കിച്ചണിൽ വന്നു. ഇന്നലെ രാത്രി വെച്ച് കച്ചിലിൻ്റെ കറിയുണ്ട്. കച്ചിൽ എന്താ പറയുക, എന്താ കറിയുണ്ട്. അപ്പോൾ രാവിലത്തെ കറി ഇതിൽ വെപ്പിക്കും. അങ്ങനെ എന്താ പറയാ, ക്യാമറന്റെ മുൻഭാഗം പൊട്ടിയിട്ടുള്ളത്. ഇന്നലെ
അമീൻ്റെ കയ്യിൽ നിന്നാ. അമീന് ഞാൻ ചാർജ് ചെയ്ത് അമീന് താഴെ കിട്ടി. ക്യാമറ പൊട്ടി. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ നമ്മൾ സെൽഫി എടുക്കുന്ന മുന്നു ഭാഗമില്ല ക്യാമറ ഉള്ള അതിപ്പോൾ പൊട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ പോലെ എന്താ പറയാ ആകെ എല്ലാം തന്നെ പച്ചരി പുലർത്താൻ പോയിരുന്നു. മീനിനൊക്കെ ഒന്ന് വല്ലാത്തൊരു ഇടങ്ങാറാണ് കേട്ടോ. മീനൊക്കെ വല്ലാത്തൊരു കുറച്ച് പച്ചരിയുണ്ട്. ഇതൊക്കെ വാങ്ങണം. ഇത് കഴിഞ്ഞിട്ട് വാങ്ങാൻ എത്ര ആണെങ്കിലും നമുക്ക് എത്രയാണ് വേണം. അങ്ങനെ ഇതാ നമ്മളിതാ പച്ചരി കുതിർത്തി. ഇനി അങ്ങനെ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കണം. എനിക്ക് ചായ ചൂടാക്കണം. കുറച്ച് ചായ കുടിക്കണം. അപ്പോൾ ചായ ചൂടാക്കുന്നുണ്ട്. എൻ്റെ മുത്തുമണികളെ, എൻ്റെ ക്യാമറ പോയി, അവിടെ പൊട്ടി. ആകമാനം ക്ലിയർ ഉള്ളതാണ് സെൽഫി എടുക്കുന്ന മുന്നു ഭാഗമാണ് ക്യാമറ ക്ലിയർ ഉണ്ടായത്. അതും പോയാൽ എന്ത് ചെയ്യുക, വേറെ തന്നെ ബേക്കിലത്തെ ക്യാമറ ക്ലിയർ ഇല്ല. അപ്പോൾ എന്താ പറയുക, ചായ ചൂടായോ? എനിക്ക് ഞാൻ അങ്ങനെ പൊതുവേ രാവിലെ തന്നെ കുടിക്കലില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ക്ഷീണം മാതിരി എന്തോ ഒരു മാതിരി കൊണ്ട് ഏതായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പണിക്കിറങ്ങാന്ന് വിചാരിച്ചു. പഴംപൊരി ഇന്നലെ ചുട്ടതാണ്. ഇന്നലെ എൻ്റെ ആങ്ങളുടെ 2 മക്കൾ വന്നിനി. അപ്പോൾ കുറേ കാലം കൂടി വന്നത് അങ്ങനെ വരുത്തില്ല. പിള്ളേർ സൈക്കിൾ എടുത്തിട്ട് വന്നതിന് 2-3 പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടായി. അപ്പോൾ മൈദപ്പൊടിയും ഉണ്ട്. ഇന്നെന്താ ചെയ്യുക, ഏതായാലും മക്കൾക്ക് ആക്കി കൊടുക്കട്ടെന്ന് വിചാരിച്ചിട്ട് ആക്കിയ പഴംപൊരിയാണ്. ഉണ്ടാവും അത് ഇന്നേക്ക് എനിക്ക് ചായക്ക് കടിയായി. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയെന്ന്. മുത്തുമണികളെ, നിങ്ങൾക്ക് വേണോ ചായ? ഞാൻ ചായ കുടിക്കലായി. ഏതായാലും ആ പഴംപൊരി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരൊന്നും കഴിച്ചിട്ടില്ലേ. പിള്ളേർ ബന്ന വാങ്ങി. ഇന്നലെ ബാപ്പ കൊണ്ടുവന്നിന് ബന്ന്. ആ ചെറിയ ബന്നില്ലേ, അതാണ് വാങ്ങിക്കൊണ്ടാകുന്നത്. മിന്നൂന് ചായ വേണോ? അല്ലെങ്കിൽ വയ്യ കുറേ ടൈം കഴിഞ്ഞിട്ട് ചായ കുടിക്കും. പക്ഷെ ഇന്ന് എന്തൊരു ക്ഷീണം പോലെ ആയിട്ട് എൻ്റെ തല കറങ്ങുന്ന പോലെയുണ്ട്. അപ്പം വേഗം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അലക്കണം. ഞാൻ അലക്കിന് മെഷീൻ ഇട്ടിട്ടുണ്ട്. എന്താ ഇട്ടിട്ട് ഇനി വെള്ളം ഒഴിക്കണം. ഒരു കറങ്ങൽ കറങ്ങി. ഇപ്പോൾ രണ്ടാമത് ഒരു കറങ്ങൽ കറങ്ങിട്ട് അതങ്ങനെ അവിടെ ആവും. എന്നിട്ട് അങ്ങനെ മിന്നു അങ്ങോട്ട് മാറി. ഇതാ ദോശ ഇടാനും വേണ്ടിയിട്ട് ദോശ ഇടാൻ വൈകിട്ട് അതിന് തീരെ വയ്യ. അപ്പോൾ ദോശ ഇടലിന് വൈകിപ്പോയി. എൻ്റെ മുത്തുമണികളെ കണ്ടാ, മിന്നു ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഇടാൻ വൈകിപ്പോയി. വിശക്കുകയും ചെയ്യുന്നു.
അമീന് എന്താ പറയാ, ചെറിയ കുട്ടികൾക്ക് നല്ല അലങ്കോലായിട്ട് പാത്രമൊന്നും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കട്ടോ. പിന്നെ പറയാനുള്ളത്, അങ്ങനെ ഞാൻ ചായയെല്ലാം കുടിച്ച് ഇവിടെ ഇരിക്കായി കുറച്ച് ടൈമിന്. അങ്ങനെ എപ്പോഴും ഒരു മോർണിംഗ് ടൈമിന് ഇങ്ങനെ ഇരിക്കും, പല കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെയെല്ലാം എൻ്റെ പണി. എന്നിട്ടാണ് ഞാൻ പണിയെല്ലാം തുടങ്ങും. ഞാൻ കിടക്കാറില്ല. നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കുകയേ ചെയ്യില്ല. അത് എൻ്റെ ആദ്യം നമ്മളെ എല്ലാവരും ഉള്ളേരും വീട്ടിലുള്ളവരും ഞാൻ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വേറെ വന്ന ശേഷം അതൊക്കെ ശീലം മാറി. സുബഹിക്ക് ശരിക്കും പറഞ്ഞാൽ കിടക്കാൻ പാടില്ല. എൻ്റെ മുത്തുമണികളെ, നിങ്ങൾ ആരെങ്കിലും സുബഹ് നിസ്കരിച്ചിട്ട് കിടക്കുന്നവരാണെങ്കിൽ അതൊരിക്കലും കിടക്കാൻ പാടില്ല. അത് നമ്മളെ ബുദ്ധിക്ക് തന്നെ മോശമാണ്, പല ഭവിഷ്യത്തും കാണും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സുബഹ് നിസ്കരിച്ച ശേഷം ഉറങ്ങാൻ പാടില്ല. എന്തെങ്കിലും ആയിട്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ ഖുർആൻ ഓതുക, സലാത്തും ദിക്റും ചൊല്ലുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ഉറങ്ങാനേ പാടില്ല. എന്നാൽ അന്നത്തെ ദിവസം നമുക്കില്ലേ ഒരു പണിയെടുക്കാനൊരു മൂടുണ്ടാവില്ല. തടിക്ക് ക്ഷീണം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എനിക്ക് നല്ല ഉന്മേഷമാണ്, സത്യം പറയാലോ. എനിക്ക് പിന്നെ സുബഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പണിയെടുക്കാൻ നല്ല ഉന്മേഷമാണ്. അത് രാവിലെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കിടക്കുകയോ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് കിടക്കാനേ കഴിയില്ല. അമീനിന് എന്താണെന്നറിയില്ല, ഒരേ ഛർദി. ഇന്നലെ മുതലേ തുടങ്ങിയതാ, ഇന്നലെ മിന്നാന്നേ തുടങ്ങിയതാ. അപ്പോൾ ഇത് ഛർദി എന്താല്ല, നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്ന് നാവിലൊക്കെ വരും ഒരു മരുന്ന് കൊടുത്തേർമേ ഛർദി നിന്ന്. എന്നാലും കുഞ്ഞ് അവശനായിട്ടേ ഉള്ളത്. എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി നല്ല പനി വന്ന് ഞാൻ ആകെ പേടിച്ച്. ഞാനെന്ത് ചെയ്ത്, പിന്നെ വേഗം പനിൻ്റെ പാരസെറ്റമോളെല്ലാം കൊടുത്ത് പനി നല്ല നോർമലായി. അപ്പോൾ എന്തോ ഒരു ക്ഷീണം, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. നല്ലൊരു കുറച്ചൊരു ഉഷാറായി വന്നതേനു. അങ്ങനെയാ നമ്മളെ മക്കളുണ്ടാകുക. എന്തെങ്കിലും ഒരു കുറച്ച് ഉഷാറായി വന്നാൽ പിന്നെ ആദ്യം അതേപോലെ തകരും. അങ്ങനെയാണ് മക്കൾ എന്തെങ്കിലും നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ആ കളിക്കുന്ന സമയത്തേക്ക് മക്കൾക്ക് എന്തെങ്കിലും രോഗം വരും. അങ്ങനെ അമീൻ്റെത് വല്ലാത്തൊരു വിഷമം കണ്ടിട്ട്. എനിക്കങ്ങനെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആകുമ്പോൾ എനിക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല. ഞാൻ കുറേ സമയം ലൈറ്റ് ഇട്ടിട്ട് കുറേ സമയം അവിടെ നിന്ന് എൻ്റെ മാക്സിക്കും ബെഡ്ഷീറ്റിനെല്ലാം മൊത്തം ഛർദ്ദിച്ച് അങ്ങനെയെല്ലാം അതെല്ലാം ക്ലീനാക്കിയിട്ട് ഞാൻ ഒരു കട്ടൻ ചായ ആക്കി കൊടുത്തു. ഛർദ്ദിച്ചാൽ അത് കുറച്ച് കട്ടൻ ചായ കുടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവുമല്ലോ. എന്നിട്ട് എൻ്റെ മോന് കുടിച്ചിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ വിശേഷം മക്കളെ. പിന്നെ നിങ്ങൾ കമൻറ്റിലൊന്നും അറിയിക്കാത്ത, ഒന്നും പറയാത്ത, അതാണ്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എനിക്കറിയാം, എന്നല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. കുറച്ച് പേര് വീഡിയോ കാണാണ്ട് നോക്കിയിട്ട് പോകുന്നവരുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ മുത്തുമണികളോടാ പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റിൽ എന്തെങ്കിലും ഒന്ന് പറയാറാ. കമൻറ്റിൽ ഇടുന്നുണ്ട് നമ്മൾ സൂപ്പറാണ്, ഇങ്ങനെ മെയിലും അതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെ ഇട്ടോ പറയുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ അങ്ങനെ നല്ല കാര്യം തന്നെ. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അഭിപ്രായം പറ നമ്മൾ വീഡിയോ കുറിച്ച്. അത് നിങ്ങളെന്താ പറയാത്തെ? എന്തെങ്കിലും ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാറാ. എന്നാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനോ നമ്മുടെ എന്താ കാര്യങ്ങളിൽ ഇങ്ങനെ ഒന്നും നിങ്ങൾ കമൻറ്റിലൊന്നും പറയാണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമാകുന്നുണ്ട് കേട്ടോ എൻ്റെ മുത്തുമണികളെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ സ്വന്തം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സ്വന്തം പോലെ.
അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുന്നത് നിങ്ങളോടുള്ള ഒരു നിങ്ങളോടെല്ലാം ഞാൻ തുറന്നു പറയുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും എൻ്റെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം പറയാതിരിക്കരുത്. കമൻറ്റിൽ പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അഭിപ്രായമായാലും നമ്മൾ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാം. നിങ്ങളെന്തൊന്നും കമൻറ്റിൽ പറയാത്തേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതുതായി വന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ താഴത്തെ നിങ്ങൾ ആദ്യം വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ താഴത്തെ കുഞ്ഞു മണി പോലത്തെ ഒരു സംഭവമുണ്ട്, അത് ഒരാൾ അത് അമർത്താണ്ട് പോകുന്നുണ്ട്. അന്നേരം നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണൂല. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ താഴത്തെ ഒന്ന് കുഞ്ഞ് ബെൽബട്ടനും കൂടി അമർത്തിയിട്ട് ഓൺ എന്ന ഓപ്ഷൻ ഒന്ന് പിന്നെ അമർത്തി കൊടുക്കുക. അന്നേരം അത് മണി സെലക്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കുഞ്ഞ് മണി പോലത്തെ അതൊന്ന് അമർത്തി കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അറിയാത്തവരോടാന്നേ, അറിയുന്നവരോടല്ല, അറിയാത്തവരോട്. പിന്നെ എനിക്ക് ഒന്ന് പള്ളിയിൽ പോകണം. സാരി പഠിക്കുന്ന പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് എനിക്കൊരു ഇവിടുത്തെ മഹലിൻ്റെ പിന്നെ ഒരു കത്ത് വേണം. എന്നാലാണ് സാരിനെ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഈ വില്ലേജിലെ പേപ്പറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അവർ ശരിയാക്കി തന്നു, ഒരു ദിവസം കൊണ്ട് തന്നെ. പിന്നെ ആ വരുമാന സർട്ടിഫിക്കറ്റ് ആക്കി. അങ്ങനെ ഇനി പള്ളിയിലെ കത്ത് വേണം, അത് എനിക്കിപ്പോൾ പോയിട്ട് വാങ്ങണം. അത് വാങ്ങിയിട്ട് സാരിനെ കൊണ്ടുപോയി ചേർക്കണം. എന്താണെന്നറിയില്ല, എൻ്റെ മോട്ടിവേഷൻ എന്താനാ എനിക്കറിയില്ല. എൻ്റെ മുത്തുമണികളെ അവിടെ കൊണ്ടുപോകുമ്പോൾ എന്താ എൻ്റെ അവസ്ഥ എന്നറിയില്ല. ഞാൻ കരയോ? ഞാനിപ്പം നല്ല രീതിയിൽ പറയുന്നു എൻ്റെ മോളെ കൊണ്ടുപോകുന്നുണ്ടെന്ന്. പക്ഷേ ഇതുവരെ ആയിട്ട് എൻ്റെ മക്കളെ അതിൽ നിന്ന് അകന്ന് നിന്നിട്ടില്ല. എന്താണെന്നറിയില്ല. അവൾ അവിടെ നിൽക്കുമോ? അവളെ തീരുമാനം. നിൽക്കുന്നില്ലെങ്കിൽ പോട്ടെ, അവളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിൽക്കുക. അവളെ നല്ല ഭാവിക്ക് പഠിക്കണം. അതാണ് നിങ്ങൾ വിചാരിക്കേണ്ട അവളെ നോക്കാൻ കഴിയായിട്ടോ ഒന്നുമല്ല. അവൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് പഠിക്കുമ്പോൾ മിസ്ത്രി ഇടങ്ങാറാക്കുന്നു. പിന്നെ ഓരോ വാടക മാറുമ്പോൾ ഓരോ കഴിഞ്ഞ നമ്മൾ വാടക കിട്ടുന്നതാണ് 2ാം ക്ലാസ്സിലാണ് മദ്രസയിൽ ഉണ്ടായിന്. ഇപ്പോഴും 2ാം ക്ലാസ്സിൽ തന്നെ. അവളെ പഠിപ്പും പകുതി പഠനം ഓള് ഇല്ലാണ്ടായി. അതുകൊണ്ട് അവിടെ ആയാലും എൻ്റെ മോൾക്ക് ഒരു ഇടങ്ങേറുമില്ല. നമ്മളെവിടെ വാടകയ്ക്ക് പോയി നിന്നാലും ഇവർക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ നിൽക്കാൻ മനസ്സ് നല്ലതായിരിക്കും ഉണ്ടാവട്ടെ. എന്താണ് എൻ്റെ മോളെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ബാപ്പ പറയുന്നുണ്ട്, 1 വർഷം മോള് നിൽക്കേണ്ടി വരും. നമുക്ക് അപ്പുറത്തേക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു വീടായിട്ടുണ്ടെങ്കിൽ, സ്ഥിരം ആയിട്ടുണ്ടെങ്കിൽ മോളിങ്ങോട്ട് കൂട്ടും. പാപ്പക്ക് സമ്മതേ ഇല്ലേ, തീരെ സമ്മതമില്ല അവളെ കൊണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അതുകൊണ്ട് പിന്നെ മോളോട് പറഞ്ഞ് മോൾ 1 വർഷം എങ്ങനെ നിൽക്കേണ്ടി, ചിലപ്പോൾ 1 വർഷം നിൽക്കേണ്ടി വരില്ല. നമ്മളെവിടെ ഒരു സ്ഥിരത ആയിട്ടാകുമ്പോൾ മോളിങ്ങ് തിരിച്ച് ബാപ്പ കൊണ്ടുവരും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ. നമ്മളെ വീഡിയോ കാണാൻ മറക്കരുത്. മുമ്പത്തെ വീഡിയോയിലും കാണുക. എന്നിട്ട് കമൻ്റ് അറിയിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ അതിൻ്റെ ഇതായ രീതിയിൽ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം പറയുക. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക. എന്നാൽ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ അങ്ങനെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.